നമസ്കാരം. 2025-26 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ദിശയും രാജ്യത്തിനും ലോകത്തിനും വ്യക്തമായി കഴിഞ്ഞു. ആ റിപ്പോർട്ട് വെറും കണക്കുകളുടെ സമാഹാരമല്ല, കഴിഞ്ഞ ഒരു ദശാബ്ദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നുവെന്ന സത്യാവസ്ഥ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് കണക്കുകളും യാഥാർത്ഥ്യങ്ങളും ഉറപ്പു നൽകുന്ന സാക്ഷ്യമാണ്. മോദി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യ നേരിട്ടത് നിശ്ചലതയും അനിശ്ചിതത്വവും നിറഞ്ഞ സാമ്പത്തിക സാഹചര്യമായിരുന്നു. നയപരമായ ദൗർബല്യങ്ങൾ, അഴിമതി, നിക്ഷേപകരുടെ വിശ്വാസക്കുറവ് എന്നിവ രാജ്യത്തെ പിന്നോട്ട് വലിച്ചിഴച്ച കാലഘട്ടം. എന്നാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനവുമായി മുന്നേറിയ മോദി സർക്കാർ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ അപൂർവമായ ധൈര്യവും ദീർഘദർശനവും പ്രകടിപ്പിച്ചു. ഘടനാപരമായ പരിഷ്കാരങ്ങൾ, കർശനമായ തീരുമാനങ്ങൾ, ദീർഘകാല ലക്ഷ്യങ്ങളിലേക്കുള്ള ഉറച്ച പ്രതിബദ്ധത എന്നിവയാണ് ഇന്ത്യയെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത് പോലെ GDP വളർച്ചാ നിരക്ക് ആഗോള മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരുത്തുറ്റതായാണ് നിലകൊള്ളുന്നത്. പല വികസിത രാജ്യങ്ങളും വളർച്ചാ മന്ദഗതിയിൽ അകപ്പെട്ടപ്പോൾ ഇന്ത്യ സ്ഥിരതയോടെയും വേഗതയോടെയും മുന്നേറുകയാണ്. ഇതിനു പിന്നിൽ മോദി സർക്കാരിന്റെ നയപരമായ സ്ഥിരതയാണ് എന്ന കാര്യം ഉറപ്പിച്ചു പറയേണ്ടി വരും. നിക്ഷേപകർക്ക് വിശ്വാസം നൽകുന്ന ഭരണകൂടം, നിയമനിർമ്മാണത്തിലെ വ്യക്തത, നികുതി സംവിധാനത്തിലെ ലളിതവൽക്കരണം എന്നിവ ഇന്ത്യയെ ആഗോള മൂലധനത്തിന്റെ ആകർഷക കേന്ദ്രമാക്കി മാറ്റി. GST പോലുള്ള ചരിത്രപരമായ പരിഷ്കാരങ്ങൾ ആദ്യ വിമർശനം നേരിട്ടെങ്കിലും ഇന്ന് രാജ്യത്തെ ഏകീകൃത വിപണിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ആഭ്യന്തര വ്യാപാരത്തിനും വ്യവസായത്തിനും അതുവഴി പുതിയ ഊർജം ലഭിച്ചു. ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ യുവജനങ്ങളുടെ കഴിവിനെയും സംരംഭ മനോഭാവത്തെയും ഉണർത്തി. ഇന്ന് ഇന്ത്യയിൽ നിന്നുയരുന്ന സ്റ്റാർട്ടപ്പുകൾ ആഗോള വിപണിയിൽ മത്സരിക്കുന്നതും ഇന്ത്യൻ യുവാക്കൾ നവീകരണത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നതും ഈ നയങ്ങളുടെ ഫലമാണ്. കാർഷിക മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും മോദി സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തിപ്പെടുത്തി. ഗ്രാമീണ ഇന്ത്യയിൽ റോഡുകൾ, വൈദ്യുതി, ജലവിതരണം, ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവ വ്യാപിച്ചതോടെ ഉപഭോഗവും ഉൽപാദനവും ഒരുപോലെ വർദ്ധിച്ചു. ഇത് വളർച്ചയെ നഗര കേന്ദ്രീകൃതത്തിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ സംവിധാനങ്ങളും സാമ്പത്തിക നീതിയെയും ഉൾക്കൊള്ളുന്ന വളർച്ചയെയും ഉറപ്പാക്കി. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തമാകുന്നതും മോദിയുടെ സാമ്പത്തിക ദർശനത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഇന്ത്യ ഒരു വിപണി മാത്രമല്ല, ഒരു വിശ്വസനീയ പങ്കാളി കൂടിയാണ്. വിതരണ ശൃംഖലകളുടെ പുനഃസംഘടനയിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രാധാന്യം, വിദേശ നിക്ഷേപത്തിന്റെ വർധന, ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികളുടെ വിജയം എന്നിവയെല്ലാം ഇന്ത്യയുടെ വ്യാവസായിക ശേഷി ലോകം അംഗീകരിക്കുന്നതിന്റെ തെളിവുകളാണ്. സാമ്പത്തിക സർവേ ഈ പ്രവണതകൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. വളർച്ചാ കണക്കുകളെക്കാൾ പ്രധാനമാണ് അതിന്റെ ഗുണനിലവാരം. തൊഴിലവസരങ്ങളുടെ സൃഷ്ടി, ഉൽപാദനക്ഷമതയുടെ വർധന, സാങ്കേതിക വിദ്യയുടെ വ്യാപക ഉപയോഗം എന്നിവയിലൂടെ ഇന്ത്യ ദീർഘകാല വളർച്ചയുടെ പാതയിലാണ്. ഹ്രസ്വകാല ജനപ്രീതി ലക്ഷ്യമാക്കിയ നയങ്ങൾക്ക് പകരം ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന തീരുമാനങ്ങളാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. അതിന് രാഷ്ട്രീയ ധൈര്യവും നേതൃപാഠവും ആവശ്യമായിരുന്നു. വിമർശകർ എത്ര ശ്രമിച്ചാലും സാമ്പത്തിക സർവേ പോലുള്ള ഔദ്യോഗിക രേഖകൾ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നില്ല. ഇന്ത്യ എന്ന ആത്മവിശ്വാസത്തോടെ ലോകത്തെ അഭിമുഖീകരിക്കുന്നു. യുവജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, സംരംഭകർക്ക് അവസരങ്ങളുണ്ട്, സാധാരണ പൗരനെ തന്റെ രാജ്യത്തിന്റെ ഭാവിയിൽ വിശ്വാസമുണ്ട്. ഈ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് യാദൃച്ഛികമല്ല, അത് കഠിനാധ്വാനത്തിന്റെയും ദീർഘദർശനത്തിന്റെയും ഫലമാണ്. 2025-26 സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ത്യയുടെ ഈ യാത്രയുടെ ഒരു ഘട്ടം മാത്രമാണ്. മുന്നിലുള്ള വർഷങ്ങളിൽ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന ആത്മവിശ്വാസം ഈ റിപ്പോർട്ട് ഉറപ്പു നൽകുന്നു. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വെറും രാജ്യം മാത്രമല്ല, ഇന്ന് ലോകത്തിന് വഴികാട്ടുന്ന ശക്തിയായി മാറുക തന്നെയാണ്.